ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ദിവസമായല്ലോ അല്ലേ നമ്മൾ വ്ളോഗൊക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. പ്രത്യേകിച്ച് UAE-ലുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം. മക്കൾക്ക് സ്കൂളൊക്കെ തുറന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ റീഓപ്പൺ ആയ സമയത്ത് തന്നെയായിരുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ വീണ്ടും ക്ലോസ്ഡ് ആയി. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും റീഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും മഴ കാരണം വീണ്ടും ഓൺലൈൻ ക്ലാസ്സായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടാമത് റീഓപ്പൺ ആയ സമയത്ത് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് വീഡിയോസൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഓൺലൈൻ ക്ലാസ്സാണ് കുറച്ച് ദിവസമായിട്ട്. ഇനിയിപ്പം മൺഡേ വീണ്ടും ക്ലാസ് റീഓപ്പൺ ആവും ഇൻഷാ അല്ലാ. അപ്പം സ്കൂൾ ഇപ്പം 1-2 ദിവസമേ ഇപ്പോൾ പോയിട്ടുള്ളൂ കാര്യമായിട്ട് കേട്ടോ. അപ്പം ആ 2 ദിവസം തന്നെ അത്യാവശ്യം നന്നായിട്ട് മെനക്കെടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ റീനിന് കുറച്ച് നേരത്തെ പോകണം. അപ്പം നമ്മൾ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് എണീക്കാറുണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ നേരം ഉണ്ടാവില്ല. റീനിനുള്ള ഭക്ഷണം റെഡിയാക്കുക, ബ്രേക്ക്ഫാസ്റ്റ്, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. കാരണം അവർ തിരിച്ച് ഇവിടെ വീട്ടിലെത്തുന്നത് 3:30 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. അപ്പം ലഞ്ചൊക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ റോസ് പോകാനാവും. അത് പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആവും. പിന്നെ അപ്പോഴേക്കും ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാനുണ്ടാവും. അങ്ങനെ ആയിട്ട് ഫുൾ ബിസിയാണ് ഇപ്പോൾ. അപ്പോൾ അതാ ഞാൻ വ്ളോഗൊന്നും അങ്ങനെ കാര്യമായിട്ട് ഷെയർ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ അത് അന്ന് എടുത്ത് വെച്ചതായിരുന്നു. വീണ്ടും റീഓപ്പൺ ആയ സമയത്ത് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഞാൻ തലേ ദിവസം ആക്കി വെക്കലുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷമൊന്നും ഞാനൊക്കെ മോർണിംഗ് ആയിരുന്നു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല. തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്യാൻ നിർബന്ധമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉച്ചത്തെ ഭക്ഷണം വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നൊന്നും വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും മിക്ക സ്ത്രീകൾക്കും അല്ലേ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് സ്കൂളിലെ ദിവസങ്ങളിൽ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരിക്കും. തലേ ദിവസം നമ്മളിങ്ങനെ അത് ആലോചിച്ചിരിക്കണം എന്താണെന്നൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഞാൻ തലേ ദിവസം തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് വേറെയും അതുപോലെ മക്കൾക്ക് വേറെ കേട്ടോ. അതായത് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ അത് തന്നെ കഴിക്കും അവർ. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇക്കാക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് തന്നെ വേണ്ടി വരും. ഈ ഫ്രൈഡ് റൈസ് പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ തീരെയും കഴിക്കില്ല. അപ്പം ഇക്കാക്ക് വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയാണ് ഇതെടുക്കുന്നത് കേട്ടോ, ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പം ഫ്രൈഡ് റൈസ് റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ കാണിക്കുന്നുള്ളൂ. കാരണം രാവിലെ ഈ വീഡിയോ എടുക്കൽ വലിയ സുഖമുള്ളൊരു ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ റൈസൊക്കെ ഞാൻ ആ സമയത്താണ് വേവിച്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിനൊക്കെ എപ്പോഴും റൈസ് അതുപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചത് തന്നെയായിരുന്നു. ഇത് പിന്നെ ഇക്കാക്ക് വേണ്ടിയിട്ട് ചിക്കനൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. കുറഞ്ഞ എണ്ണയിലൊന്ന് വറ്റിച്ചെടുക്കുകയാണ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം വെജിറ്റബിൾസും ചിക്കനൊക്കെ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റൈസ് വേവിച്ചിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പിന്നെ കറിയും സൈഡ് ഡിഷിനൊന്നും ആവശ്യമില്ലല്ലോ. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് റെഡിയായി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് കുറേ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കുന്നതായിരിക്കും. വെജിറ്റബിൾസ് കുറേ വയറ്റിലെത്തും. അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അവിടെ വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ടും അതിൻ്റെ ഇടയ്ക്ക് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീനാണ് ഫസ്റ്റ് പോകുന്നത്. ഇപ്പം വേറെ ആരും എണീറ്റിട്ടില്ല. ഞാനും റീനും മാത്രം തന്നെ ഉള്ളൂ. സമയം ഒരു 6 മണിക്ക് ആവാനായിട്ടുണ്ട്. 4:30 തുടങ്ങും ഇവിടുത്തെ ഈ പണികളൊക്കെ. സുബഹിന് മുമ്പ് നമ്മൾ എല്ലാം ഒന്ന് എന്താ പറയുക എണീക്കാറുണ്ട് എല്ലാവരും. പിന്നെ കിടക്കാനുള്ള സമയമില്ല. പിന്നെ ഇതൊക്കെ അങ്ങനെ പണിയെടുക്കൽ തന്നെ പണി. ഇത് റോസുവിൻ്റെ സ്കൂളിലേക്കുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു, പയറ് മുളപ്പിക്കൽ. അപ്പോൾ ഇതാ ടിഫിനൊക്കെ റെഡിയാക്കുകയാണ്. റീനു അജ്മാനിലാണല്ലോ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അജ്മാനിലാണ് +1 ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോകണം. നേരെ വൈകിട്ടാണ് എത്തും ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളും ടിഫിനൊക്കെ റെഡിയാക്കി. എന്തായാലും രാവിലെ ഇങ്ങനെ കുറച്ചൊരു തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്രീ ആവും കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറും കറി ഉണ്ടാക്കലാണ് പിന്നെ പ്രശ്നം. അത് പിന്നെ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ.
അങ്ങനെ റീനുവിൻ്റെ ഏകദേശം സെറ്റായിട്ടുണ്ട്. റോസുവിനെ എണീപ്പിക്കാനുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഇക്കാക്ക് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വിശക്കും. അപ്പോൾ അപ്പോഴേക്കും വേഗം റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാനും ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ 2 പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താ പറയുക, എനിക്ക് പിന്നെ എന്തായാലും വേണ്ടിയില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്തെങ്കിലും കഴിച്ചാലും എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. മിക്ക സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കും, നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ അതാ റോസുവിനെ എണീപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴാണ് റോസുവിനെ എണീപ്പിക്കുന്ന ഓർമ്മ വന്നത്. അപ്പോഴേക്കും റീനു പോകാനായി. റീനു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ റോസുവിനെ എണീപ്പിക്കണം. പിന്നെ റോസുവിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇക്കാൻ്റെത്. അങ്ങനെ നമ്മളെ ഡ്യൂട്ടീസ് അങ്ങനെ തീരുന്നില്ല മക്കൾക്ക് സ്കൂൾ റീഓപ്പൺ ആയി കഴിഞ്ഞാൽ. അപ്പോൾ റീനു പോയി. ഇനി അടുത്തത് റോസുവിൻ്റെ. റീനു പോകുന്ന സമയത്ത് അധികം വെളിച്ചൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ റോസു ഫ്രൈഡ് റൈസ് കഴിക്കാനും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നും ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ റോസുവിൻ്റെതും ഏകദേശം സെറ്റായി. ഭാഗ്യത്തിന് ഇന്ന് റൂഹി എണീറ്റിട്ടില്ല. റൂഹി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. ഭയങ്കരമായിട്ട് കരയും. രാവിലെ ഇപ്പോൾ എണീക്കുന്ന സമയത്ത് തന്നെ കരഞ്ഞുകൊണ്ടായിരിക്കും എണീറ്റ് വരിക. പ്രത്യേകിച്ച് ഇവരൊക്കെ സ്കൂളിലേക്ക് പോകുന്നതെന്ന് കണ്ടാൽ അപ്പം പ്രത്യേക ഒരു കരച്ചിലായിരിക്കും അവൾക്കും പോകാൻ വേണ്ടിയിട്ട്. അവൾക്ക് തന്നെ എല്ലാവരും വീട്ടിലുള്ളതാണ് ഇഷ്ടം. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടല്ലോ. അപ്പം റോസുവിൻ്റേതിപ്പം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്കൂൾ ബസ് വരെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കുകയാണ്. മറ്റേത് റീനും റോസും കൂടി ആയിരിക്കും സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ ഫസ്റ്റ് ഡേ ആണെന്ന്. ഇതിപ്പോൾ ഞാൻ മൺഡേ ആണ് ഷൂട്ട് ചെയ്യുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അവർ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക അങ്ങനെ അവധി ഉണ്ടാവും എന്നുള്ളത്. അതായത് മഴ വീണ്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും സ്കൂള് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പം സാറ്റർഡേ ആയല്ലോ. ഇനിയിപ്പം നെക്സ്റ്റ് മൺഡേ ആയിരിക്കും റീ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ്റർഡേ ഇല്ല, തേഴ്സ്ഡേയും ഫ്രൈഡേ ഒക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അങ്ങനെ റോസു സ്കൂൾ ബസ്സിലൊക്കെ കയറി ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മക്കളുടെ സ്കൂൾ റീഓപ്പൺ ആവുന്നതിൻ്റെ 1-2 ദിവസം മുമ്പാണ് എളാപ്പ പോയത്. എളാപ്പ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വ്ളോഗിൻ്റെ കുറച്ച് മുമ്പത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. കുറച്ച് ദിവസം മുമ്പത്തെ വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എളാപ്പ ഉണ്ടല്ലോ, അപ്പോൾ എളാപ്പ പള്ളിയിൽ പോയതായിരുന്നു. അപ്പം ഫ്രൈഡ് റൈസിലോട്ട് സൈഡ് ഡിഷായിട്ട് കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂന്തൽ റോസ്റ്റും ഫ്രൈഡ് റൈസും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊന്നും റെസിപ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വ്ളോഗിൻ്റെ ഇടയ്ക്ക് കാണിക്കാൻ വിചാരിച്ചു. നമ്മൾ ഈ വ്ളോഗിൻ്റെ അകത്ത് റെസിപ്പീസ് കൊടുക്കുമ്പോൾ പലർക്കും ഇഷ്ടമില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഷെയർ ചെയ്യാത്തത്. അപ്പോൾ എളാപ്പ പള്ളിയിൽ പോയിട്ട് ജുമ കഴിഞ്ഞിട്ട് വരുവാണ്. റൂഹി അങ്ങനെ എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിക്കില്ല, പക്ഷേ മഹബൂളാപ്പനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മിഠായി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നുള്ള ഇതിൽ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ലോലിപോപ്പിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടും അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോവാം. UAE-ലുള്ള മലയാളി ലേഡീസിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഒരു ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ ഈ ഒരു പറയാൻ പോകുന്ന കാര്യം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ ഒത്തിരി പഠിച്ചിട്ടും ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കെ വേറെ എന്തെങ്കിലും കാരണത്താൽ ഒരു ബ്രേക്കൊക്കെ എടുത്ത് വീട്ടിലിരിക്കുന്ന അങ്ങനെയും കുറേ സ്ത്രീകളുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടോ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു തവണ കരിയർ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ജോലി പ്രതീക്ഷിക്കാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മറ്റ് ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ IT ഫീൽഡിൽ ഒന്നുകൂടി നമുക്ക് പോസിബിലിറ്റി കൂടുതലാണ്.
അതായത് ഇന്ന് ഒരുപാട് ഓൺലൈൻ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കോഴ്സുകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ജോലിയും ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? സോ ഇതുപോലെ കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള യുഎയിലുള്ള മലയാളി സ്ത്രീകൾക്കും പിന്നെ IT ഫീൽഡിലൊക്കെ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള 2 ആഴ്ചത്തെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ട്രെയിനിങ് സംഘടിപ്പിക്കുകയാണ് അപ്കോഡ് സോഫ്റ്റ്വെയർ ലാബ്സ്. ഇനി അപ്കോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50-ന് മേലെ ആളുകൾ വർക്ക് ചെയ്യുന്ന കീബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ട്രെയിനിങ് ഡിവിഷനാണ് അപ്കോഡ്. അപ്പം കീബോട്ടിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് തന്നെയാണ് അപ്കോഡിൽ സ്റ്റുഡൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കേരളത്തിലും ഖത്തറിലും UAE-ലൊക്കെ നിരവധി ഇതുപോലത്തെ ബൂട്ട് ക്യാമ്പ്സൊക്കെ അപ്കോഡ് ഇതിനകം നടത്തിയിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നുള്ളത്, ഇത് മെയിനായിട്ട് UAE-ലുള്ള മലയാളി ലേഡീസിനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോബ് അന്വേഷിച്ച് നടക്കുന്നവരായിക്കോട്ടെ, ഇനിയിപ്പം ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ പങ്കെടുക്കാം. ഈ ഒരു ബൂട്ട് ക്യാമ്പ് കൊണ്ട് നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ IT ഫീൽഡിൽ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ബേസിക് നോളജും സ്കില്ലും നേടിയെടുക്കാൻ പറ്റും. കൂടാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ കൂടെയാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ UAE-ലുള്ള മലയാളി ലേഡീസിന് വേണ്ടിയിട്ട് ഈ ഒരു ബൂട്ട് ക്യാമ്പ് നടത്തുന്നത് മെയ് 10 മുതലാട്ടോ. ഷാർജ, അബുദാബി, ദുബായ് അങ്ങനെ എല്ലാ എമിറേറ്റ്സിലും നടത്തുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം ഓഫ്ലൈനായിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്, പിന്നീട് അങ്ങോട്ട് ഓൺലൈനായിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് അവസരം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 14 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി എക്സ്പേർട്ടിൻ്റെ ക്വാളിറ്റി ക്ലാസ്സിലാണ് ആരും മിസ്സാക്കണ്ട. പിന്നെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള പ്രത്യേകം സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ലിങ്കായിട്ടും കോൺടാക്ട് നമ്പറായിട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അവരുടെ. അപ്പോൾ മറക്കണ്ട, ബൂട്ട് ക്യാമ്പ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 10 മുതലാണ്. എല്ലാവരും വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. ഇനി വേറൊരു ഫ്രീ സെമിനാറും കൂടി ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്കോഡ്. അത് മെയ് 5 സൺഡേ ദുബായ് കറാമയിലും 7 ഷാർജയിലുമാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് നാളെയാണ്. അപ്പം ഇവിടെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ താല്പര്യമുള്ളവർ. അപ്പം ഇനി വേറൊരു ദിവസത്തെ വിശേഷങ്ങളും കൂടി കണ്ടുനോക്കാം. എളാപ്പ പോകുന്നതിന് മുമ്പുള്ള ഒരു ദിവസത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോവാണ് മീനൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട്, ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ മഴ പെയ്തതിന് ശേഷം പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. മഴ പെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ കാണുന്ന ഭാഗത്തൊന്നും വെള്ളമില്ല, പക്ഷേ അങ്ങ് പോകുന്ന വഴിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരു പുഴ പോലൊക്കെ ഉണ്ട്. നമ്മൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ പോകുന്ന സമയത്തൊക്കെ മൊത്തം വെള്ളമാണ്. അന്ന് പെയ്ത മഴയുടെ വെള്ളം ഇപ്പോഴും അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെള്ളമാണ്. നാട്ടിലുള്ളവരിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഒരു ദിവസം മഴ പെയ്തപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ആയോ, എന്തുകൊണ്ട് സ്കൂള് ഒന്നും ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇതാണ് സംഭവം. ഇവിടെ വെള്ളം പോകാനുള്ളൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇത് ഒരു റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ടിൽ മുഴുവനും ഇതാണ് റൗണ്ട് അബൌട്ട്. ഇവിടെ മുഴുവനും വെള്ളം ഒരു പുഴ പോലെ ഉണ്ട് കാണുമ്പോഴല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ മുഴുവനും വെള്ളമാണ്. ഇപ്പോഴും ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണ്. കണ്ടപ്പം ഒരു പ്രത്യേക ഒരു ഭംഗിയും തോന്നി, അപ്പോൾ എടുത്തതാണ് വീഡിയോ. പിന്നെ മാർക്കറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. റൂഹിക്ക് ഈ ഫിഷ് മാർക്കറ്റിൽ വരുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. നമ്മൾ വേറെ എവിടെക്കോ പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ കയറി കുത്തിയിരുന്നതാണ്. പക്ഷേ ഇവിടേക്കാന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കും വേണം, എന്താ പറയുക, മീൻ വാങ്ങിക്കും വേണം, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് എളാപ്പ തിരിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായാലും വന്നിട്ട്, അപ്പം പിന്നീട് ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് അത് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മീൻ വാങ്ങിച്ച് കൊണ്ടുപോയി അന്ന് തന്നെ മീനൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, വ്ളോഗിനായിട്ടുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
ഇനി പറയാൻ പോകുന്നത് യു എയിലുള്ള ഒട്ടുമിക്ക പേർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ മിക്ക ആൾക്കാരും കൊണ്ടുവരുന്നതാണ് മസാലപ്പൊടികൾ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പം അവിടുന്ന് നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ സെയിം അതേപോലെ ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവരെടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഉണക്കി പൊടിച്ച് തരും. അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവർ പൊടിച്ച് തരും. മായം ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് അജ്മാനുള്ള ഒരു ഫ്ലോർ മില്ലാണ്, സാൻഡ്സ് മിൽ എന്നാണ് പേര്. ഞാൻ ഒരു 3 വർഷം മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ മില്ലാട്ടോ അവരുടെ. ഹിബ എന്നുള്ള അവരുടെ പ്രൊഡക്ട്സിൻ്റെ പേരാണ്. മില്ലിൻ്റെ പേര് സാൻഡ്സ് മിൽ എന്നാണ്. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക എന്താ പറയുക, ഇതുപോലെ മല്ലി, മുളക്, മഞ്ഞൾ, കാശ്മീരി ആണെങ്കിലും സാദാ മുളകാണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെയാണ് ഇവരുടെ അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവർ ചെയ്യുന്നത്. ഇതിലൊരു മായവും ചേർത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് തന്നെ വന്നിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവർ കഴുകുന്നതും ഉണക്കുന്നതൊക്കെ നമുക്ക് തന്നെ നേരിട്ട് കാണാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാം. അത്രയും വിശ്വസിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മില്ലാണ്. എന്താ പറയുക, എല്ലാവിധ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും കൂടാണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഒരുപാട് മസാലപ്പൊടികൾ അവർ റെഡിയാക്കി തരുന്നുണ്ട്. അരിപ്പൊടി, അതുപോലെ ഗോതമ്പ് പൊടി ഒക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ വരാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ. നേരിട്ട് തന്നെ കണ്ടറിഞ്ഞ് വാങ്ങിക്കാം. അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട്. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നാട്ടിൽ നമ്മൾ കുറച്ച് ദിവസത്തിനൊക്കെ പോകുമ്പോൾ ഈ മല്ലി, മുളകൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉണക്കി പൊടിക്കാനൊക്കെ ഒത്തിരി സമയം എടുക്കും. അപ്പം അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ പൊടിപ്പിക്കാൻ 1 കിലോ മസാലപ്പൊടികൾ പൊടിക്കാൻ 1-2 ദിർഹംസ് എക്സ്ട്രാ കൊടുത്താൽ മതി. കൂടാണ്ട് നമുക്ക് നല്ല സാധനങ്ങൾ, നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്തെടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിപ്പം ഇത് കണ്ട ശേഷം ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്രയും നല്ല സാധനങ്ങളാണ്. കണ്ടോ, ഇത് പ്യുവറായിട്ടുള്ള ചില്ലി പൗഡർ കേട്ടോ. കളർ തന്നെ കണ്ടോ. ഇത് മുളക് പൊടി. ഇനി കാശ്മീരി മുളക് പൊടി വേറെ ഉണ്ട്. ഇത് മല്ലിപ്പൊടി. മല്ലി വറുത്ത് പൊടിച്ചതുമുണ്ട്, ഇനി വറുക്കാണ്ട് പൊടിച്ചതുണ്ട്. ഇത് കൂടാണ്ട് വേറെ സംഭവങ്ങളുണ്ട്. അതായത് അച്ചാർ പൊടി. അതൊക്കെ ഒരു മായവും ചേർക്കാണ്ട് ഫ്രഷായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവർ പൊടിച്ച് തരും. ഇത് കാശ്മീരി ചില്ലി പൗഡർ. അങ്ങനെ ഒട്ടുമിക്ക പൊടികളും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി. ആ ഒരു കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവർ സാമ്പിളിനായിട്ട് മഞ്ഞൾ, മുളക് ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ മാത്രമല്ല കേട്ടോ, അരിപ്പൊടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ദോശ, നമ്മുടെ നീർദോശയൊക്കെ ഇല്ലേ, അതിന് പറ്റിയിട്ടുള്ള അരിപ്പൊടി ഉണ്ട് ഇവിടെ. പത്തിരി, നീർദോശ അതിനൊക്കെ പറ്റിയിട്ടുള്ള അരിപ്പൊടി ഉണ്ട്. അത് ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയതാണ്. അവർ പറഞ്ഞു, അവരും ഞങ്ങളുടെ നാട്ടുകാരാണ്, മലപ്പുറത്തേരാണ് ഈ മില്ലിൻ്റെ ഓണേഴ്സ്. അപ്പോൾ അവരും പറഞ്ഞു അവർ ഈ അരിപ്പൊടി വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ ആട്ടപ്പൊടി ഉണ്ട്. അങ്ങനെ എല്ലാത്തും നമുക്ക് ഫ്രഷായിട്ട്, ഒരു മായം ചേർക്കാത്ത സാധനങ്ങൾ നമുക്ക് ഫ്രഷായിട്ട് കിട്ടും. അതിലും വലിയ സംഭവം വേറെ എന്താ ഉള്ളത് അല്ലേ. ഇത് ചാറ്റ് മസാല പൗഡറാണ്. അതൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും മായം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ പറയുക, വിശ്വസിച്ച് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ രീതിയിൽ അവർ പൊടിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ അരിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അരി കഴുകി ഉണക്കി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ചെയ്തു തരും. അതുപോലെ തന്നെ മസാലപ്പൊടികളും നിങ്ങൾക്ക് ഫ്രഷായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ഗ്യാരണ്ടിയും കൂടെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രഷായിട്ട് വന്നിട്ട് പൊടിപ്പിച്ച് വാങ്ങിച്ചു പോവാം. ഇത് പച്ചരിയാണ്. പച്ചരി കഴുകി ഉണക്കിയിട്ട് ആണ് നമ്മുടെ ആ ഒരു പച്ചരിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി തയ്യാറാക്കുന്നത്. ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് അറബിക് മസാല പൗഡർ. ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോസിൽ അറബിക് മസാല പൗഡർ എന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പം അറബിക് മസാല പൗഡർ നിങ്ങൾക്ക് വേറെ എവിടേക്കും പോകേണ്ടതാ. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ അവർ അത് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം മന്തിക്ക്, മജ്ബൂസ് അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. നല്ല മണവും നല്ല ഒരു ഫ്ലേവറൊക്കെയാണ്. അത് വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു അറബിക് മസാല പൗഡർ വെച്ചിട്ടുള്ള മന്തി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസിപ്പി ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ വറുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ. മന്തി മസാല മാത്രമായിട്ട് അങ്ങനെയും വേറെ ഒരു പൊടിയുണ്ട്. അറബിക് മസാല എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയും പൊടിയുണ്ട് കേട്ടോ. കൂടാണ്ട് ചാറ്റ് മസാല പൗഡർ, ജീരകപ്പൊടി, പിന്നെ പിക്കിൾ, അച്ചാർ പൊടി, പിന്നെ സാമ്പാർ പൊടി,
അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കണ്ടു കേട്ടോ ഞാനവിടെ. എനിക്ക് പേരുകൾ ഓർക്കുന്നില്ല. പിന്നെ ഇതാണ് കാശ്മീരി ചില്ലി കേട്ടോ. ഈ ഒരു കാശ്മീരി ചില്ലി വെച്ചിട്ടാണ് അവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ടറിയാം ആ ഒരു എത്രത്തോളം ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു മായം ചേർക്കാത്ത പൊടികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മിസ്സാക്കണ്ട. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മടിയുള്ളവർക്കൊക്കെ ജസ്റ്റ് സർവീസ് ചാർജ് 1 കിലോക്ക് സർവീസ് ചാർജ് വരുന്നത് 2-3 ദിർഹംസ് മാത്രമാണ്. പ്രൊഡക്ട്സ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ പരം വേറെ എന്താ വേണ്ടല്ലേ നമുക്ക്. ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും പറയുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്ലോർ മിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ച് തരും. നമുക്ക് ഓർഡർ ചെയ്യാം, ഓൺലൈൻ ഡെലിവറി ചെയ്യാം, പിന്നെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. കൂടാണ്ട് ഫ്രാഞ്ചൈസിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മില്ല് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കാം. അതുപോലെ ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ള പ്രൊഡക്ട്സ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് ബാക്കി പറയാം. എന്തായാലും കണ്ടറിഞ്ഞ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. രാഗിപ്പൊടി, അതുപോലെ ഈ കാണിക്കുന്ന പൊടികളൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് വേറെയും പൊടി ഉണ്ടോ, ഞാൻ പറയാൻ വിട്ടതാണ് രാഗിപ്പൊടീൻ്റെ കാര്യം കേട്ടോ. രാഗിപ്പൊടിയും പിന്നെ ഇത് വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്. ഇത് അറബിക് മസാല പൗഡർ, പിന്നെ സാമ്പാർ പൗഡർ, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള എല്ലാവിധ പൊടികളും ഉണ്ട് കേട്ടോ. അത് കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരുപാട് പൊടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇനിയൊരു യാത്ര പറച്ചിൽ സീനാണ് ഈ കാണുന്നത്. റോയിമോൾക്കാണ് ഭയങ്കര സങ്കടം, എളാപ്പ പോകുന്നുണ്ട്. അപ്പോൾ എളാപ്പ പോവുകയാണ്. എളാപ്പക്ക് 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു പോയിട്ട്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ റോയിമോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്കിപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ഒരു ബഹളവും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവൾക്കാണ് കൂടുതലും സങ്കടമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.